ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഉല്ലാസയാത്രയുടെ സെക്കൻഡ് പാർട്ട് കാണാം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഉല്ലാസയാത്ര ഒരിക്കലും ഒരു സൗജന്യ യാത്രയിൽ പെടുന്നതല്ല. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു, ഓ പ്രിയദർശിനി അല്ലേ, സൗജന്യ യാത്ര അല്ലേ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാലോ എന്ന്. ഉല്ലാസയാത്ര സൗജന്യ യാത്ര എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ പേര് ചെയ്തിട്ട് തന്നെ പോകണം. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ട് പിന്നെ നമ്മൾ പോയത് ഓറഞ്ച് ഫാമിലോട്ട്. അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുപോലത്തെ ഒരു ഹണ്ടിലൊക്കെ കയറി കുറച്ച് അവിടെ നിന്ന് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആമ്പൽക്കുളവും ചോളവും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. പിന്നെ കുറച്ച് അധികം സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നമ്മൾ നടന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി നല്ല മീൽസ് ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കുറച്ച് നമ്മൾ അവിടെ എവിടെയോ ഉള്ളൊരു ബസ് സ്റ്റോപ്പിലൊക്കെ കയറി ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. പിന്നെ ഞങ്ങൾ പോയത് ഒരു തെയ്യത്തോട്ടത്തിലോട്ടായിരുന്നു. ഓരോ തെയ്യത്തോട്ടം കാണുമ്പോൾ ഒന്ന് നിർത്തും ഒരു ഫോട്ടോ എടുക്കാൻ, ഒന്ന് നിർത്തും ഒരു ഫോട്ടോ എടുക്കാണ്ട് ആ മനുഷ്യനൊരു തൊഴിലും കൊടുക്കാതെ മുന്നിൽ തന്നെ ഇരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ തെയ്യത്തോട്ടത്തിലോട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. പൊന്നു ഗൈസ്, പിന്നെ ഞങ്ങൾ പോയത് കേശവൻ പാറയിലോട്ടായിരുന്നു. ഈ ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിരുന്നു, ഏറ്റവും വേർത്തിയായിരുന്നു ഞങ്ങൾക്ക് കേശവൻ പാറ പോയപ്പോഴും. അമ്മാരി കോട സമയം 2:30 അങ്ങനെ എന്തോണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കോട എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ആകാശത്തൊക്കെ പോയപ്പോൾ ഇടത്തിൽ ശരിക്കും അത് കാണുന്നില്ല, അത്ര രസമായിരുന്നു. നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് എന്താ ചെയ്യുന്ന പോലും കാണുന്നില്ല. കുറെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാനേ അത് കണ്ട് മദ്യം പറഞ്ഞു എന്തൊക്കെയോ. എനിക്ക് അത്ര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊന്നും കോട ഇതുവരെ കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ അടിപൊളി. കാരണം ഞാൻ ഒരു തവണത്തിന് മുന്നേ അവിടേക്ക് പോയതുകൊണ്ട് എനിക്ക് ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അന്ന് ഇതുപോലെ കോട പോയിട്ട് ഒരു സംഭവം ഉണ്ടല്ല. ഇപ്പൊ കാണുന്ന ക്ലിപ്പും അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിന്റെ ക്ലിപ്പാണ് ഈ കാണുന്നതും. എന്തൊരു ഡിഫറൻസ്. കാരണം ഇപ്പൊ കാണില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് വേണ്ട, അത്ര പെട്ടെന്നായിരുന്നു അവിടെ കോട വരുന്ന പോകണം, കോട വരുന്ന പോകണം. അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ കേശവൻ പാറ പോയത്. അങ്ങനെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാർട്ട് പറയാം, കാരണം ഈ പാർട്ടിലും കൂടെ അത് കൊള്ളത്തില്ല. അപ്പൊ ഗൈസ്, ബൈ.